പ്രിയമുള്ളവരെ, ഈ അവസരത്തിൽ പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇറാൻ അവരുടെ ജംഗാരൻ മസ്ജിദിൽ ഇറാന്റെ പ്രതികാരത്തിന്റെ പ്രതീകമായ ചുവന്ന കൊടി ഉയർത്തി എന്ന വാർത്തയാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വലിയ പ്രാധാന്യത്തോടുകൂടിയാണ് ഈ വാർത്ത ചർച്ച ചെയ്യുന്നത്. അതായത് ഇറാൻ ഒരു യുദ്ധത്തിന് തയ്യാറാകുമ്പോൾ അവരുടെ പ്രതികാരത്തിന്റെ അല്ലെങ്കിൽ അവരോട് ഏതെങ്കിലും ശത്രു ചെയ്ത രാജ്യത്തോട് പ്രതികാരം ചെയ്യുന്നതിന് മുമ്പ് അവർ ഉയർത്തുന്ന റെഡ് ഫ്ലാഗ് അത് ജംഗാരൻ മസ്ജിദിൽ ഉയർത്തിയിരിക്കുന്നു. അത് ഷിയാ വിശ്വാസവുമായിട്ട് വളരെ ദൃഢമായ ബന്ധമുള്ള ഒരു പള്ളിയാണെന്ന വാർത്തയാണ് മാധ്യമങ്ങൾ നിലനിൽക്കുന്നത്. നീതിയുടെയും പ്രതികാരത്തിന്റെയും പ്രതീകമായ ചുവന്ന പതാക ജംഗാരനിൽ ഇറാൻ ഉയർത്തി എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ ചർച്ച ചെയ്യുകയാണ്. ഒപ്പം അനിയന്ത്രിതമായ യാതൊരു നിയന്ത്രണവുമില്ലാത്ത പ്രതികാര നടപടികൾ ശത്രുവിനെതിരെ ഇസ്രായേലിനെതിരെ ഉണ്ടാകുമെന്ന് ഇറാന്റെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അറിയിപ്പ് വരികയാണ്. ജംഗാരൻ മോസ്കിലെ ചെങ്കൊടി ഉയർത്തലും അതുപോലെ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ പ്രഖ്യാപനവുമൊക്കെ പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ കൂടുതൽ ശക്തമാകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു വാർത്ത. മറ്റൊന്ന്, ഇസ്രായേലും ശക്തമായ ആക്രമണം പ്രതീക്ഷിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവനയും അങ്ങനെ തന്നെയാണ്. അദ്ദേഹം പറയുന്നത് ഇറാൻ തങ്ങൾക്ക് ശക്തമായി പ്രഹരം ഏൽപ്പിക്കുവാൻ കഴിയുന്ന ഒരു രാജ്യമാണ്. പക്ഷേ ഇതല്ലാതെ ഇസ്രായേലിന്റെ കയ്യിൽ പ്രതിവിധികളൊന്നുമില്ല. കാരണം ഇറാൻ ഒരു ആണവായുധ രാജ്യമായി കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ നിലനിൽപ്പ് തന്നെ അപകടകരമാകും. അതുകൊണ്ട് തന്നെ തങ്ങളുടെ തലയ്ക്കു മീതെ തൂങ്ങിയിരുന്ന ഒരു വാളാണ് ഇറാൻ. അത് ആക്രമിക്കുകയല്ലാതെ ഇസ്രായേലിന് വേറെ ഗത്യന്തരമില്ല എന്ന രീതിയിലാണ് ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം ജനങ്ങളോട് ജാഗരൂകരാകുവാൻ ആവശ്യപ്പെടുകയാണ്. ബങ്കറുകൾ തന്നെ കഴിയുക, പ്രത്യേകിച്ചും ഹോസ്പിറ്റലുകളിൽ അനാവശ്യമായ സന്ദർശനങ്ങൾ ഒഴിവാക്കുക. കാരണം ഹോസ്പിറ്റലുകളോടൊക്കെ ഏത് അടിയന്തര സാഹചര്യവും നേരിടുവാൻ അവിടുത്തെ ഡോക്ടർമാർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഇസ്രായേലും അങ്ങനെ തന്നെ ഒരു ആക്രമണം പ്രതീക്ഷിക്കുന്നു. ഇറാന്റെ വളരെ പവർഫുള്ളായ ഒരു ആക്രമണം, ഒരു പ്രതികാര നടപടി ഇസ്രായേലും പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ അദ്ദേഹത്തിന്റെ വിമാനങ്ങൾ, ഔദ്യോഗിക വിമാനങ്ങളൊക്കെ ബെൻഗുരിയൻ എയർപോർട്ടിൽ നിന്ന് മാറ്റിയിട്ടുണ്ടെന്ന് വാർത്തകൾ പുറത്തു വരുന്നു. ഒപ്പം ഇസ്രായേലി പ്രതിരോധ സേനയുടെ IDF തലവൻ ഇയാൻ ഷമീറും ബങ്കറുകളിൽ ഇരുന്നാണ് സൈനിക നിയന്ത്രണം നടത്തുന്ന വാർത്തയും പുറത്തു വരികയാണ്. ഒപ്പം ഇസ്രായേലി ജനതയോട് ദീർഘകാലം ബങ്കറുകളിൽ കഴിയുവാൻ തയ്യാറാകുവാൻ ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ നിർദ്ദേശമുണ്ടാകുന്നു എന്ന വാർത്തയും പുറത്തു വരികയാണ്. ഒപ്പം തന്നെയാണ് ഈ ജംഗാരൻ മോസ്കിൽ, ഷിയ മോസ്കിൽ പ്രതികാരത്തിന്റെ ചെങ്കൊടി, ചുവന്ന കൊടി ഇറാൻ ഉയർത്തിയിരിക്കുന്നു എന്ന വാർത്തയും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. എന്തായാലും യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്നു എന്ന വാർത്തകൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മാധ്യമങ്ങൾ നിലനിൽക്കുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യക്ക് ഇങ്ങനെ തന്നെയാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആ വാർത്തയുടെ ലിങ്ക് ഞാൻ എൻ്റെ ഫസ്റ്റ് കമൻറ്റായി പിൻ ചെയ്തിരിക്കാം. മറ്റൊന്ന്, ഇറാനെ സംബന്ധിച്ച് അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുപക്ഷെ പൂർണ്ണമായും തന്നെ നശിച്ചേക്കാം. കാരണം ഇപ്പോൾ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത് ഇസ്രായേലിന്റെ ചാര പ്രവർത്തകർ, മൊസാദിനെ പോലെയുള്ള ചാര സംഘടനകൾ അവർ ഇറാനിൽ നുഴഞ്ഞു കയറി ഇറാന്റെ അകത്ത് നിന്ന് തന്നെ അവർക്ക് ഒരു ഡ്രോൺ കേന്ദ്രം സ്ഥാപിക്കുവാൻ കഴിഞ്ഞു. ഇറാന്റെ അടുത്ത് തന്നെ അവിടെ നിന്നാണ് ഈ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ S-300, S-400 മുതലായ റഷ്യ നൽകിയ പ്രതിരോധ സംവിധാനങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇറാനിൽ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കടന്നുകയറി ഇസ്രായേൽ അവിടെ ഒരു ഡ്രോൺ കേന്ദ്രം സ്ഥാപിച്ചിരുന്നു. ഇസ്രായേലിൻ്റെതായിട്ട് തന്നെ ഇറാന്റെ ഇന്റലിജൻസ് ഏജൻസികളുടെയൊന്നും കണ്ണിൽപ്പെടാതെ അവിടെ നിന്നാണ് ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തത്. അതിനുശേഷമാണ് ഇസ്രായേലിന്റെ വിമാനങ്ങൾ ഇറാനിലേക്ക് വ്യോമ ആക്രമണം നടത്തിയെന്ന വാർത്ത പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ റഷ്യയിൽ ഉണ്ടായതിന് സമാനമായ ഒരു ആക്രമണം തന്നെയാണിത്. ഇതുമായി ബന്ധിപ്പിക്കുന്ന ചില വാർത്തകളുമൊക്കെ പുറത്തു വരികയാണ്. കാരണം റഷ്യയെ ആദ്യമേ ആക്രമിച്ച് സൈലന്റ് ആക്കി ഇറാന്റെ രക്ഷയ്ക്കെത്താതെ എന്ന രീതിയിലൊക്കെ ചില വിശകലനങ്ങളും നമ്മുടെ പ്രേക്ഷകർ നടത്തുന്നുണ്ട് എന്നത് ഈ അവസരത്തിൽ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അത് നമുക്ക് ചിലപ്പോൾ സംശയിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ചില വാർത്തകൾ തന്നെയാണ്. അതിലും സോഴ്സുകളുണ്ട്, അതിനും സാധ്യതകളുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇറാനെ സംബന്ധിച്ച് അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുപക്ഷെ പൂർണ്ണമായും തന്നെ തകർന്നേക്കാം. മാത്രമല്ല അവർക്ക് ഫൈറ്റർ ജെറ്റുകൾ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ഫൈറ്റർ ജെറ്റുകൾ ലോകരാജ്യങ്ങളുടെ വളരെ വർഷക്കാലത്തെ ഒരു ഉപരോധം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇറാൻ അത്തരം ഫൈറ്റർ ജെറ്റുകൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ സ്പെയർ പാർട്സുകൾ അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് വാങ്ങിക്കുവാൻ കഴിയുന്നില്ല. അങ്ങനെ ഉണ്ടാക്കിയാൽ തന്നെ അതിനുള്ള അറ്റകുറ്റപ്പണികളും ഒക്കെ പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ ഇറാൻ മിസൈലുകൾക്കാണ് മിക്കപ്പോഴും പ്രാമുഖ്യം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചുള്ള ഒരു ആക്രമണം ഇറാന് സാധ്യമാകും എന്ന് തോന്നുന്നില്ല. പക്ഷെ അവരുടെ മിസൈലുകൾ കാര്യക്ഷമവും ആണ്.
ഒപ്പം തന്നെ വളരെ അക്യൂറേറ്റ് ആയിട്ടുള്ള ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തുവാൻ കഴിയുന്നതുമാണ്. ഇറാനെ മിസൈൽ രാജാക്കന്മാരെന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. മാത്രമല്ല ഈ ഉക്രൈൻ റഷ്യ യുദ്ധ സമയത്തൊക്കെ ഇറാൻ റഷ്യയ്ക്ക് മിസൈലുകളും ഡ്രോണുകളും ഒക്കെ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ രണ്ടും കൽപ്പിച്ച് മിസൈലുകൾ വെച്ചുള്ള ഒരു ആക്രമണം ഇസ്രായേലിനെതിരെ ഉണ്ടായേക്കാം എന്ന് തന്നെയാണ് ഇസ്രായേലും കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ വളരെ ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ രാജ്യത്ത് ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മാധ്യമങ്ങൾ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വരുന്നത് വരട്ടെ എന്ന രീതിയിൽ ഇറാൻ ഒരുപക്ഷെ ഒരു ആക്രമണത്തിന് തുനിഞ്ഞേക്കാം. കാരണം ഒരുപക്ഷെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളൊക്കെ പൂർണ്ണമായും നശിച്ചേക്കാം എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് ഇറാന്റെ മാധ്യമങ്ങളൊക്കെ നൽകുന്നത്. അത്തരത്തിലുള്ള വിലയിരുത്തലാണ്. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.